ഓർ സെഗ്മെൻറ്റ് ഓഫ് എ കോഡ്. അതാണ് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള പോർഷൻ. നോക്കൂ, ഞാനിവിടെ 2 ഫിഗർ വരച്ചിട്ടുണ്ട്. പി. അപ്പോൾ എ ബി എന്ന് പറയുന്ന കോഡ് 2 സെഗ്മെൻറ്റായി മാറുന്നു. ഇ പി ഇൻറ്റു പി ബി, ഇ പി ഇൻറ്റു പി ബി ഈക്വൽ ടു അടുത്ത സി ഡി എന്ന് പറയുന്ന കോഡ് വീണ്ടും 2 സെഗ്മെൻറ്റായി മാറുന്നു. സി പി ഇൻറ്റു പി ഡി. നോക്കൂ, അതുപോലെ ഇതിവിടെ 2 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾ എ പി സി, ആംഗിൾ ബി പി ഡി. അതായത് 2 ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റായിട്ടുള്ള 2 ആംഗിൾസ്. അപ്പോൾ ആംഗിൾ എ പി സി ഈക്വൽ ടു ആംഗിൾ ഡി പി ബി. ഇതെങ്ങനെയാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. എ സി എന്ന ലൈനും അതുപോലെ ബി ഡി എന്ന ലൈനും വരച്ചു. അപ്പോൾ നമുക്കിത് 2 ട്രയാങ്കിൾസായി മാറിയിട്ടുണ്ട്. ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസാണ്. ട്രയാങ്കിൾ എ പി സി ഈക്വൽ ടു ട്രയാങ്കിൾ ബി പി ഡി കൊണ്ടല്ലേ. സി ബി എന്ന ആർക്കിൻ്റെ നിന്ന് വരുന്ന ആർക്കിൽ നിന്ന് വരുന്ന ആംഗിൾസാണ് ഇത് ഡി, ആംഗിൾ ഡി. അതുപോലെ സി ബിയിൽ നിന്ന് വരുന്ന വേറൊരു ആംഗിളാണ് ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും ഇവിടെയുള്ളതാണ് സെയിം സെഗ്മെൻറ്റിൽ ഫോം ചെയ്യുന്നു. ആംഗിൾ എയും ആംഗിൾ ഡിയും സെയിം സെഗ്മെൻറ്റിൽ ഫോം ചെയ്യുന്നു. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി, ഫോംഡ് ഇൻ സെയിം സെഗ്മെൻറ്റ്. അപ്പോൾ ആംഗിൾസ് എല്ലാം ഈക്വലാണ് അല്ലേ? അതായത് ആംഗിൾ എ പി സി ആംഗിൾ ബി പി ഡി ഈക്വലാണ്. അതുപോലെ ആംഗിൾ പി എ സി അതുപോലെ പി ഡി ബി ഈക്വലാണ്. അതുപോലെ ആംഗിൾ എ സി പി അതുപോലെ ആംഗിൾ പി ബി ഡി അതും ഈക്വൽ. സർക്കിളിൽ കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കൂ. ഞാൻ ഇവിടെയും ബി ഡി കണക്ട് ചെയ്ത് വരച്ചു, എ സിയും കണക്ട് ചെയ്ത് വെച്ചു. ഇവിടെയും ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ എ പി സി ബി പി. നമുക്ക് മുകളിൽ ട്രയാങ്കിൾ എ പി സിയും ഫോം ചെയ്തു, ട്രയാങ്കിൾ ബി പി ഡിയും അവിടെയും ഫോം ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ ട്രയാങ്കിൾ എ പി സിയും ട്രയാങ്കിൾ ബി പി ഡിയും. ഇതിൽ വന്നപ്പോൾ പി എന്ന് പറയുന്ന ആംഗിള് എങ്ങനെയാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസായി മാറി. അപ്പോഴാണ് കോഡുകൾ സർക്കിളിൻ്റെ ഇൻസൈഡിൽ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ. ഇനി കോഡ് സർക്കിളിൻ്റെ ഔട്ട്സൈഡിൽ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ പി എന്ന് പറയുന്ന ആംഗിള് 2 ട്രയാങ്കിളിൻ്റെയും കോമൺ ആംഗിളായി മാറി. എന്തായി മാറി? കോമൺ ആംഗിൾസായി. എ ബി ഡി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ സി ഡി ബി എന്ന് പറയുന്നത് സൈക്ലിക്കൽ ക്വാഡ്രിലാറ്ററലാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഡി എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ എ ഇൻറ്റീരിയർ ആംഗിൾ അല്ലേ? ആംഗിൾ ഡിയുടെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ് ആംഗിൾ എ. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആംഗിൾസ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. ആംഗിൾ എ നമുക്കിവിടെ എങ്ങനെ പ്രൂവ് ചെയ്യാം?
BP ഈസ് ഈക്വൽ ടു ഇൻറ്റു CD. Interior angle of the cyclical quadrilateral is equal to the opposite interior angle of the cyclical quadrilateral. അപ്പോൾ ഡി ആംഗിൾ ഡിയും ആംഗിൾ എയും ഈക്വൽ ആണ്. ഇനി നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യാം. ട്രയാങ്കിൾ APC ഈക്വൽ ടു ട്രയാങ്കിൾ BPD. ഇതൊക്കെ AP CM BPD അത് ഞാൻ ഇപ്പോഴത്തെ എടുത്ത് വരച്ചിട്ടുണ്ട് അല്ലേ. AP CM BPD. നമുക്കിതിൽ ഏതൊക്കെയാണ് ഈക്വൽ? എങ്ങനെ എഴുതായത്? PA ഡിവൈഡ് ബൈ PD ഈക്വൽ ടു PC ഡിവൈഡ് ബൈ PA ഡിവൈഡ് ബൈ PD ഈസ് ഈക്വൽ ടു PC ഡിവൈഡ് ബൈ PB. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ. PA ഇൻറ്റു PB PA ഇൻറ്റു PB ഈക്വൽ ടു PD ഇൻറ്റു PC PD ഇൻറ്റു PC. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ. പ്രൂവ് അല്ലേ. അതായത് PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു PD ഇൻറ്റു PC. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നറിൽ രണ്ട് കോഴ്സുകൾ തമ്മിൽ മീറ്റ് ചെയ്ത സമയത്തും നമ്മൾ പ്രൂവ് ചെയ്തത് അത് തന്നെയാണ് അല്ലേ. ഏതാണ് അത് തന്നെ? AP ഇൻറ്റു PB ഈസ് ഈക്വൽ ടു CP ഒരുപോലെ പ്രൂവ് ചെയ്ത് എടുത്തു. രണ്ടും എന്താണ്? ഒരുപോലെ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു.